വാട്സപ്പിൽ പുതിയ ഫീച്ചർ. ശബ്ദ സന്ദേശങ്ങൾ ഇനി വായിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പുതിയ ഫീച്ചർ ഉള്ളത്. വോയിസ് മെസ്സേജ് ലഭിക്കുന്നയാൾക്ക് മാത്രമാണ് അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് കാണാൻ സാധിക്കുക. നിരന്തരം പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. വാട്സപ്പ് അവതരിപ്പിച്ച ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ് വോയിസ് ട്രാൻസ്ക്രിപ്റ്റ്. ശബ്ദ സന്ദേശങ്ങൾ ഉച്ചത്തിൽ കേൾക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റായി വായിച്ചെടുക്കാൻ ഈ ഫീച്ചർ ഉപയോഗിച്ച് സാധിക്കും. ശബ്ദ സന്ദേശം ലഭിക്കുന്നയാൾക്ക് മാത്രമാണ് അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് കാണാൻ സാധിക്കുക. അയക്കുന്നയാൾക്ക് പറ്റില്ല. നിലവിൽ മലയാള ഭാഷയും ഇതിൽ ലഭ്യമല്ല. വോയിസ് ട്രാൻസ്ക്രിപ്റ്റുകൾ ഫോണിൽ തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നും അവ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ആണെന്നും വാട്സപ്പ് പറയുന്നു. വാട്സപ്പിനും മറ്റുള്ളവർക്കും അത് കേൾക്കാനോ ട്രാൻസ്ക്രിപ്റ്റ് സന്ദേശങ്ങൾ വായിക്കാനോ സാധിക്കില്ലെന്നും വാട്സപ്പ് ഉറപ്പ് നൽകുന്നുണ്ട്. വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് ഫീച്ചർ നിങ്ങൾ ഓൺ ചെയ്താൽ മാത്രമേ ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കൂ. അതിനായി വാട്സപ്പ് സെറ്റിംഗ്സ് തുറക്കുക. തുടർന്ന് ചാറ്റ് തിരഞ്ഞെടുത്ത് വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് ഓൺ ചെയ്യുക. ഭാഷ തിരഞ്ഞെടുക്കുക. സെറ്റിംഗ്സ് ചാറ്റ്സ് ട്രാൻസ്ക്രിപ്റ്റ് ലാംഗ്വേജ് തിരഞ്ഞെടുത്താൽ പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഭാഷ മാറ്റാനാകും. കൂടാതെ സെറ്റിംഗ്സിൽ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് ഓൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ചാറ്റിൽ വരുന്ന ശബ്ദ സന്ദേശങ്ങൾക്ക് മേൽ ലോങ് പ്രസ് ചെയ്യുക. ആൻഡ്രോയിഡിലും ആണെങ്കിൽ മുകളിലുള്ള 3 ഡോട്ട് മെനു തിരഞ്ഞെടുത്ത് ട്രാൻസ്ക്രൈബ് തിരഞ്ഞെടുക്കുക. ഐഫോണിൽ ലോങ് പ്രസ് ചെയ്താൽ തുറന്നു വരുന്ന മെനുവിൽ ആദ്യം ട്രാൻസ്ക്രൈബ് ഓപ്ഷൻ കാണാം. ഇത് തിരഞ്ഞെടുത്താൽ ശബ്ദ സന്ദേശത്തിന് താഴെയായി ട്രാൻസ്ക്രിപ്റ്റ് വായിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.